നിരന്തരമായ കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് മാലിപ്പാറ പ്രദേശത്തെ ജനങ്ങൾ. ശാശ്വതമായ പ്രതിരോധ മാർഗങ്ങൾ ഒന്നും തന്നെ വനം വകുപ്പ് ഇതേവരെ അവലംബിച്ചിട്ടില്ല. അധികാര കേന്ദ്രങ്ങളുടെ അലംഭാവത്തിൽ പ്രതിഷേധിച്ച് ഒറ്റയാൾ സമരവുമായി എത്തിയിരിക്കുകയാണ് പിണ്ടിമന പഞ്ചായത്ത് വാർഡ് മെമ്പർ പ്രിൻസ് ജോൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലത്തെ മാലിപ്പാറയ്ക്കടുത്തുള്ള കുളങ്ങാട്ടുകുഴി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അതായത് മാലിപ്പാറ നമ്മുടെ പിണ്ടിമന പഞ്ചായത്തിൻ്റെ 1, 14 തുടങ്ങിയ വാർഡുകളിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണിത്. ഇവിടെ ഈ കുളങ്ങാട്ടുകുഴി ഗ്രാമത്തിലാണ് ഏറ്റവും അധികം കാട്ടാന ശല്യം രൂക്ഷമായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ ഈ പ്രദേശങ്ങളാണ് മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ പ്രദേശങ്ങൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഏറെ പേരെടുത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇവിടെ ഒരു ആന, കാട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരാന, അത് നാട്ടുകാരുടെ അഭിപ്രായത്തിൽ അത് കൊമ്പനോ പിടിയോ അല്ല, അതൊരു മോഴയാനയാണെന്ന് പറയപ്പെടുന്നത്. ഈ മോഴയാന ഈ പ്രദേശമാകെ ജനങ്ങൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഈ ആന ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇതിന് പ്രധാനമായിട്ട് ഈ ആനയെ കാണുന്നത് കൂടുതലും പൈനാപ്പിൾ തോട്ടങ്ങളാണ്. പൈനാപ്പിൾ തോട്ടങ്ങളിൽ ഈ ആന വന്ന് നിൽക്കുകയും ഇതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഒറ്റയാനേക്കാൾ ഒരു പക്ഷേ അപകടം കൂടുതലായ അല്ലെങ്കിൽ അപകടകാരിയായ ഒരു ജീവിയാണ് ഈ മോഴയാന എന്നാണ് സാധാരണ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഇതിൻ്റെ സ്വഭാവം പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിൽ പ്രതികരിക്കുന്ന ഒരു ജീവിയാണ് മോഴയാന. ഈ ആന ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇതിനെ കുറേ നാൾ കഴിയുമ്പോൾ നാട്ടുകാർ തന്നെ ഇവിടുന്ന് തുരത്തും. അത് വനത്തിൽ കയറും, വീണ്ടും തിരികെ ഇറങ്ങി വരും. വീണ്ടും നമ്മുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ RRT ടീം ഇവിടെ വന്ന് ആനയെ തുരത്തും. വീണ്ടും ഈ ആന ഇതേ സ്ഥാനത്തേക്ക് തന്നെ തിരികെ വരും. ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയുടെ പൈനാപ്പിൾ തോട്ടത്തിലേക്ക് കടന്നു ചെല്ലും. അതുപോലെ തന്നെ ഇതിന് മുൻപ് കാട്ടാന കൂട്ടമായിട്ട് വന്നിരുന്നു. അവയും നാട്ടുകാർ പലപ്പോഴായിട്ട് തുരത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കുളങ്ങാട്ടുകുഴി ഈ ഒരു ടൗൺഷിപ്പിൽ, ഇതൊരു ചെറിയൊരു ടൗൺഷിപ്പാണ്. ഈ ടൗൺഷിപ്പിൽ തന്നെ കാട്ടാന ഇവിടെ വന്ന് ചിഹ്നം വിളിച്ച് ജനങ്ങളെ പരിഭ്രാന്തരാക്കി കടന്നു പോകുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പല ആവർത്തി സ്ഥലം MLA, വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ അദ്ദേഹം കോതമംഗലത്ത് സന്ദർശനം നടത്തിയിരുന്നു അടുത്തിടെ. അദ്ദേഹത്തിനെല്ലാം കൃത്യമായിട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതികൾ ഇവിടെ നിന്ന് ജനപ്രതിനിധികൾ ബോധിപ്പിക്കുകയുണ്ടായി, കർഷകർ ബോധിപ്പിക്കുകയുണ്ടായി. ഇവരാരും ഇതിനൊന്നും ഒരു പരിഹാരം കണ്ടെത്തില്ല അല്ലെങ്കിൽ പരിഹാരം സാധ്യമല്ല എന്നല്ല പറയുന്നത്. പകരം ഞങ്ങൾ പരിഹാരം കണ്ടെത്താം എന്ന് ആവർത്തിച്ച് പറയുകയല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് ഇവരാരും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മാലിപ്പാറ പ്രദേശത്ത് തന്നെയുള്ള ഈ പ്രദേശം ഉൾപ്പെടുന്ന 1-ാം വാർഡിലെ ഒരു ജനപ്രതിനിധി പ്രിൻസ് ജോൺ, അദ്ദേഹം വാർഡ് മെമ്പറാണ്, പിണ്ടിമന പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പറാണ്. അദ്ദേഹം ഒരു കുത്തിയിരിപ്പ് സമരവുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ സംബന്ധിക്കുന്ന വിശദമായ കാര്യങ്ങൾ പ്രിൻസ് ജോണിനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. അദ്ദേഹം പലതവണ മന്ത്രി അടക്കമുള്ളവർക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയിരുന്നു. നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാം എന്താണ് പ്രശ്നം എന്നുള്ളത്. ഒന്ന് പറയാമോ നമുക്ക്, എന്താണ് ഇവിടെ നടക്കുന്ന സമരത്തിൻ്റെ നിങ്ങളുടെ പ്രധാന പ്രതിഷേധം? എന്ത് കാര്യത്തിലാണ്? നിങ്ങളുടെ ശാശ്വതമായിട്ടുള്ള പരിഹാരം എങ്ങനെ കാണണമെന്നാണ് നിങ്ങളുടെ ഒരു ആവശ്യം? പിണ്ടിമന ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും രൂക്ഷമായ രീതിയിൽ കാട്ടുമൃഗ ശല്യം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് 1-ാം വാർഡ്. അത് വേട്ടാമ്പാറ, അതുപോലെ കുളങ്ങാട്ടുകുഴി, വെറ്റിലപ്പാറ ഇങ്ങനെയുള്ള പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടാണ് കൂടുതലും രൂക്ഷത അനുഭവിക്കുന്നത്. ഒരു ശാശ്വത പരിഹാരത്തെ സംബന്ധിച്ച് ഏതു വിധത്തിൽ എന്നുള്ളതിനെക്കുറിച്ചുള്ള സാങ്കേതികമായ ഒരു പഠനം നടത്താം എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്നും അധികാരി വർഗത്തിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ളത് അത്തരത്തിലുള്ള മറുപടി മാത്രമാണ്. പക്ഷേ ഒരു കാലഘട്ടത്തിലും ഒരു സന്ദർഭത്തിലും കഴിഞ്ഞ ഏതാനും ഒരു 15 വർഷക്കാലമായിട്ട് അനുഭവിക്കുന്ന ആ രൂക്ഷത ഇപ്പോഴും അതേപടി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട് ഒരു മോഴയാന ഇവിടെ വന്നിട്ട് അത് പകലെന്നില്ല രാത്രിയെന്നില്ല മുഴുവൻ സമയങ്ങളിലും ഈ ആളുകളുടെ ജീവന് വരെ അപകടം ഉണ്ടാകത്തക്ക വിധത്തിലേക്ക്, എന്ന് വെച്ചാൽ സ്കൂൾ കുട്ടികളൊക്കെ പകൽ സന്ദർഭത്തിൽ സ്കൂളുകളിലേക്ക് പോകുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ പള്ളികളിലേക്ക് ആളുകൾ പോകുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം ഈ ആന റോഡിൽ നിൽക്കുകയും ആളുകളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് രാത്രി കാലഘട്ടങ്ങളിൽ ഈ കൊമ്പനാനകൾ അടക്കമുള്ള അത് കൂട്ടമായിട്ട് വന്നിട്ട് പൈനാപ്പിൾ തോട്ടങ്ങളിലും വാഴകൃഷി വെച്ചിട്ടുള്ള പ്രദേശങ്ങളിലും റബ്ബർ തോട്ടം മേഖലകളിലും കൂടാതെ തന്നെ ആളുകൾ കൂട്ടായി വസിക്കുന്ന പ്രദേശങ്ങളിലുമൊക്കെ ഭീതി പരത്തുന്ന തരത്തിലേക്ക് ഈ ആനക്കൂട്ടം എത്തിപ്പെടുകയാണ്. നിരന്തരം അധികാരികളുടെ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ MLA അടക്കമുള്ള അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ DFO അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ടെങ്കിലും അവരൊന്നും ശാശ്വതമായ ഒരു നിലപാട് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഈ
പകലും രാത്രിയും തുടരുന്ന ആനയെ പിടിച്ചു മാറ്റുന്ന കാര്യം നമ്മൾ സൂചിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിനെ മയക്കുപിടി വെച്ച് ഉൾക്കാട്ടിലേക്ക് മാറ്റിവിടണമെങ്കിൽ ഈ ആന ഒരു കൊലപാതകമൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ള രീതിയിലൊക്കെയാണ് അവരുടെ നിലപാടുകൾ അവർ പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ചുമതലയും ഉത്തരവാദിത്വവുമാണ് ഇവിടെയുള്ള ആളുകളുടെ ജീവനും അവരുടെ സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ വേണ്ടുന്ന നിലപാടുകൾ ആയി മുന്നോട്ട് പോവുക എന്നുള്ളത്. ഞാനത് പഞ്ചായത്ത് ഭരണസമിതിയും മുമ്പാകെ ഈ വിഷയം പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ MLAയുടെ ഒക്കെ മുമ്പാകെ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും. ഇത് അവതരിപ്പിച്ചപ്പോഴൊക്കെ അവരെ സംബന്ധിച്ച് അവർ വ്യക്തമായ ഒരു നിലപാട് ഒരു തരത്തിലും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ചില പരിഹാസ രൂപേണയുള്ള മറുപടികളൊക്കെയാണ് പലപ്പോഴും ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാവാറുള്ളത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാട്ടുമൃഗശല്യം കാരണം കാർഷിക ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ ഉപജീവനത്തിന് തടസ്സം നിൽക്കുന്ന തരത്തിലുള്ള കാര്യത്തിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രമായിട്ടാണ് ഞാൻ ഇത്തരത്തിൽ ഒരു ഒറ്റയാൾ സമരം എന്നുള്ള നിലയ്ക്ക് ഈ കാര്യത്തിന് മുതിർന്നത്. എല്ലാവരുടെയും ശ്രദ്ധ ഇത്തരത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം. തീർച്ചയായിട്ടും നിങ്ങൾ മാധ്യമങ്ങൾ അടക്കമുള്ളവർ ഇത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രദേശവാസികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള, കാരണം അവർക്കാണ് ഏത് വിധത്തിൽ ഈ കാട്ടാനയെ അല്ലെങ്കിൽ കാട്ടുമൃഗത്തെ തടയാൻ കഴിയുമെന്ന് കൂടുതൽ ബോധ്യമുള്ളവർ. അപ്പോൾ അവരെ കൂടി പരിഗണനയിൽ എടുത്തുകൊണ്ട് അവരുടെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് ഈ നിലപാടുകൾ അറിയിക്കുകയും അത് കൊണ്ടുപോകാൻ വേണ്ടുന്നതായ നിലപാടുകളും പിന്തുണയും മാധ്യമങ്ങളായ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കിയ പോലെ അദ്ദേഹം സമരം ചെയ്യുന്നതിൻ്റെ കാരണം നമുക്ക് കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചു. വന്യമൃഗശല്യം സംബന്ധിച്ച് പരാതികൾ പല കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു, പല ആവർത്തികളായിട്ട് പോകുന്നു, പല തവണകളിലായിട്ട് പല മന്ത്രിമാരടക്കമുള്ള MLA അടക്കമുള്ള ഇവർക്കൊന്നും നമ്മുടെ ഈ പ്രദേശത്ത് ഈ മാലിപ്പാറ പ്രത്യേകിച്ച് 1-ാം വാർഡ് 14-ാം വാർഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നടക്കുന്ന വന്യമൃഗശല്യ മനുഷ്യ വന്യമൃഗ സംഘടനകളെ കുറിച്ചൊന്നും ബോധമോ ഇല്ലാത്തവരല്ല. കൃത്യമായ വിവരവും അറിവും അവർക്കെല്ലാം തന്നെ ഇത് സംബന്ധിച്ച് ഇതിനോടകം പൂർണ്ണമായും തന്നെ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അവരിൽ നിന്ന് ഇത്തരത്തിലുള്ള നിഷേധാത്മകമായ ഒരുതരം മറുപടി ലഭിക്കുന്നത് വളരെ പ്രതിഷേധാർഹമാണ്. അത് ഒന്ന് പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു മരണം സംഭവിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ആൾക്കാരെ ഉപദ്രവിച്ചാൽ മാത്രമേ ഈ ആന അപകടകാരിയാണ് എന്ന് അതിനെ വിലയിരുത്തിക്കൊണ്ട് ആനയെ ഇവിടുന്ന് മാറ്റാൻ ഇവിടുന്ന് നീക്കം ചെയ്യാനോ മയക്കുവെടി വെക്കുക തുടങ്ങിയ നടപടികളിലേക്ക് പോകാനോ വകുപ്പിന് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് തന്നെ തികച്ചും ജനങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. ആന മാത്രമല്ല, കാട്ടാന മാത്രമല്ല, ഇവിടെ മറ്റ് പലതരം മ്ലാവ് അതുപോലെ തന്നെ കാട്ടുപന്നി അടക്കമുള്ള ഒരുപാട് ജന്തുക്കളുടെ ശല്യം മൂലം പൂർണ്ണമായിട്ടും കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഈ ഭാഗത്തുണ്ട്. ഈ ആനയെ എത്രയും പെട്ടെന്ന്, ഈ മോഴയാനയെ എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഇവിടുന്ന് മയക്കുവെടി വെച്ച് ഇവിടുന്ന് നീക്കം ചെയ്യണമെന്നാണ് ജനങ്ങളുടെ അടിയന്തരമായിട്ടുള്ള ആവശ്യം. അത് പരിഗണിക്കപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ക്യാമറമാൻ അപ്പു സുരേന്ദ്രനൊപ്പം മോഹൻ എബ്രഹാം, KCB ന്യൂസ്, കോതമംഗലം.